നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പടരുന്ന പ്രതിസന്ധി. സൗദിയിൽ തൊഴിൽ നഷ്ടമായ ഇന്ത്യക്കാരെ മടക്കിയെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഇന്ന് റിയാദിൽ. അടച്ചുപൂട്ടിയ കമ്പനികളിൽ നിന്ന് ശമ്പള കുടിശ്ശിക ലഭ്യമാക്കുന്ന കാര്യത്തിലും ചർച്ച. അതിനിടെ മലയാളികൾ ഉൾപ്പെടെ വിദേശ നഴ്സുമാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒമാനിലും തൊഴിൽ പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ദുരിതത്തിലായ തൊഴിലാളികൾക്ക് കമ്പനികളുടെ NOC ഇല്ലാതെ തന്നെ എക്സിറ്റ് വിസ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് സൗദി മന്ത്രാലയം. അതേസമയം നാട്ടിലേക്ക് പോകാൻ സൗകര്യമൊരുക്കുന്നതിനൊപ്പം കമ്പനികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി നൽകാനും നടപടി വേണമെന്ന ആവശ്യത്തിൽ തൊഴിലാളികൾ. സൗദി പ്രതിസന്ധിക്കിടെ ഒമാനിലെ സ്വദേശീവൽക്കരണത്തിൽ ജോലി നഷ്ടമാകുന്നത് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാർക്ക്. 3 മാസത്തെ സാവകാശം നൽകുന്ന നോട്ടീസാണ് നൽകിയിരിക്കുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ ഇവരെ പിരിച്ചുവിടുമെന്ന് സൂചന. നഴ്സുമാർക്ക് മറ്റ് തൊഴിൽ സാധ്യതകളില്ലാത്തതിനാൽ എത്രയും വേഗം രാജ്യം വിടാനും നിർദ്ദേശം. മൗനധ്യാനത്തിൽ മാണി. കേരള കോൺഗ്രസ് വിഷയത്തിൽ UDF പ്രതിസന്ധി മൂർച്ഛിക്കുന്നതിനിടെ ഭാര്യയുമൊത്ത് KM മാണി മൗനധ്യാനത്തിൽ. കോൺഗ്രസ് നേതാക്കളുമായി ഇനി മിണ്ടുന്നത് ചരൽക്കുന്നിലെ നിർണായക തീരുമാനത്തിനു ശേഷം മാത്രം. മാണി ഗ്രൂപ്പ് മുന്നണി വിടുവോ, നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറി നിൽക്കുമോ എന്നറിയാത്ത വിഷമസന്ധിയിൽ കോൺഗ്രസ്. ഉമ്മൻചാണ്ടിക്കും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയ അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതിരുന്ന മാണി രമേശ് ചെന്നിത്തലയോട് ഫോണിൽ സംസാരിക്കാൻ പോലും വിസമ്മതിച്ചെന്ന് റിപ്പോർട്ട്. ബാർക്കോഴ കേസിൽ വഞ്ചന കാട്ടിയവർക്ക് മാപ്പില്ലെന്ന കടുപ്പത്തിൽ KM മാണി. അതിനിടെ കേരള കോൺഗ്രസ് ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ചർച്ചയ്ക്കായി മുതിർന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ വിളി. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ പാർട്ടി പുനഃസംഘടനയും ചർച്ചയാകും. പ്രതിഷേധം പുകയുമ്പോൾ. സാർക്ക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ന് പാകിസ്ഥാനിലെത്തുന്ന രാജ്നാഥ് സിംഗിനെതിരെ പ്രതിഷേധവുമായി ഭീകര സംഘടന. കാശ്മീർ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി രാജ്നാഥ് സിംഗ് ആണെന്ന ആരോപണവുമായി ഭീഷണി മുഴക്കുന്നത് മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ സംഘടനയായ ജമാഅത്ത് ഉദ്ദവ. കശ്മീരിൽ ഭീകര നേതാവ് ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്നുണ്ടായ അക്രമങ്ങൾക്ക് പിന്നാലെയാണ് രാജ്നാഥ് സിംഗിന്റെ പാക് സന്ദർശനം. താഴ്വരയിൽ ഇന്ത്യ നടത്തുന്നത് അതിക്രമമെന്നാരോപിച്ച് പാകിസ്ഥാൻ 10 ദിവസം മുൻപ് കരിദിനം ആചരിച്ചിരുന്നു. അതേസമയം തീവ്രവാദി നേതാക്കളുടെ ഭീഷണിക്ക് വഴങ്ങി രാജ്നാഥ് സിംഗിന്റെ യാത്ര മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉഭയകക്ഷി ചർച്ചയ്ക്കല്ല, സാർക്ക് ഉച്ചകോടിക്കാണ് അദ്ദേഹം പോകുന്നത്. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമാണെന്നും സഹകരണ മന്ത്രി കിരൺ റിജിജു. ജയം കാക്കുന്ന GST. പ്രതിപക്ഷത്തിന്റെ ഗ്രീൻ സിഗ്നലിൽ GST ബിൽ നാളെ രാജ്യസഭയിൽ. കോൺഗ്രസുമായി ധാരണയിലെത്തിയ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാകുമെന്ന് പ്രതീക്ഷ. ഒരു പതിറ്റാണ്ടായി തുടരുന്ന ശ്രമത്തിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരം. ബില്ലിനെതിരായ തടസ്സങ്ങൾ നീങ്ങിയത് പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങിയതോടെ. 1% അധിക നികുതി നിർദ്ദേശം പിൻവലിക്കാനും സംസ്ഥാനങ്ങളുടെ നഷ്ടം 5 വർഷത്തേക്ക് വഹിക്കാനും തീരുമാനം. തർക്കപരിഹാര സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23,040 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.